എൻ്റെ ചെറിയ പ്രായത്തിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു മധുര ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ തേങ്ങ, ശർക്കര, പഴം ഇതൊക്കെയാണ് ചേർക്കുന്നത്. ആപ്പിൾ ചേർത്തിട്ടില്ല. ഞാൻ ആപ്പിൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി, ആപ്പിൾ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ ഇടുക. എന്നിട്ട് കടലമാവ് 1/2 കപ്പ് കടലമാവ് ഇടുക. ഉപ്പിടുക. വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. അവൽ, തേങ്ങ, ബദാം നുറുക്കിയത്. ഇനി ചട്ടി വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ ബദാം നുറുക്കിയത് ഇടുക. എന്നിട്ട് ഒന്ന് വഴറ്റുക. വഴഞ്ഞു വരുമ്പോൾ തേങ്ങ തിരുവിയത് ഇടുക. അതും ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്നു വരുമ്പോൾ അത് കോരി ഒരു പാത്രത്തിൽ വയ്ക്കുക. എന്നിട്ട് പാനിൽ 1 സ്പൂൺ നെയ്യൂടെ ഒഴിക്കുക. ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് 1 ആപ്പിളാണ് അരിഞ്ഞത്, അത് ഒന്ന് വഴറ്റുക. ആപ്പിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അര കപ്പ് ശർക്കര എടുക്കുക. പക്ഷേ അത് ഇട്ട് വഴറ്റുക. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ശർക്കരയിൽ വെള്ളം ഉള്ളത് കൊണ്ട് അത് ഇറങ്ങിക്കോളും. ആപ്പിളിന് വെള്ളം ഉണ്ടല്ലോ. ഏലക്കാപ്പൊടി, അവൽ 1/4 കപ്പ് അവലാണ്. ഈ തേങ്ങ ഇടുക. ഏലക്കാപ്പൊടി ഇടുക. അവലിടുക. അവലിട്ട് കഴിയുമ്പോൾ വെള്ളം ഒന്ന് തോർന്ന് കിട്ടും. ഒരു വെള്ളം ഇല്ലാത്ത പാകത്തിലെടുക്കുക. എന്നിട്ട് ദോശ ഉണ്ടാക്കുന്നത്. നെയ്യ് തടവി ദോശ ഒഴിക്കുക. അത് നൈസായിട്ട് പരത്തി ദോശ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് വയ്ക്കാം. മാവ് കുറച്ച് ഒഴിച്ച് അത് അടച്ചു വയ്ക്കുക. ഒട്ടിച്ചെടുക്കുക. ഫില്ലിങ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഒട്ടിച്ചെടുക്കുന്നത്. നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും വരിച്ചെടുക്കുക. അവിടെയും നെയ്യ് തൂത്ത് കൊടുക്കുക. കുട്ടികൾക്കെല്ലാം ഇത് നല്ല ഇഷ്ടമുള്ള സാധനമാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേക്കറിയിൽ നിന്ന് നമ്മൾ വെറുതെ
വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും. ഇവിടുത്തെ കൊച്ചുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊച്ചുമോള് ദോശ കഴിക്കാൻ പോവുകയാണ്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബൈ.